തംബ്നെയിൽ കണ്ട് പേടിക്കൊന്നും വേണ്ട. 10 hours ലൈവിൽ വരണ്ടെന്ന് പറയുന്നത് എല്ലാവരോടും അല്ല, കുറച്ച് ആൾക്കാരോട് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. +2 ഫിസിക്സ് എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ എന്തായാലും അത് നടന്നിരിക്കും. ഓക്കെ, ഫസ്റ്റ് നിങ്ങളെ ഞാൻ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പോവാണ്, ബാക്ക് ബെഞ്ചറും പഠിപ്പിസ്റ്റും. ഇൻ റിയാലിറ്റി ഇങ്ങനത്തെ കാറ്റഗറി ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനത്തെ വേറെ കാറ്റഗറി ഉണ്ടെന്ന്, കാരണം ഞാൻ രണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിവേ, നമുക്ക് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യണം. ആരായി പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ +2 ഫിസിക്സിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ലെവല് ഒരു 80% മാർക്ക് കിട്ടാന്നുള്ള രീതിയിലാണ്. എന്നാൽ 90% പ്ലസ് മാർക്ക് നേടണമെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിസ്റ്റ് തൽക്കാലത്തേക്ക് വിളിക്കും. ഓക്കെ, നിങ്ങൾ പഠിപ്പിസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ വിളിക്കും. ബാക്ക് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ 50% പോലും മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ 80% എങ്കിലും എനിക്ക് വാങ്ങിച്ചെടുക്കണം. അതിന് ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ നിങ്ങളെ ഞാൻ ബാക്ക് ബെഞ്ചർ എന്ന് വിളിക്കും. ആദ്യം ഈ പഠിപ്പിസ്റ്റുകൾ ഈ ദിവസങ്ങൾ ചെയ്യാനുള്ള കാര്യം പറഞ്ഞുതരാം. പഠിപ്പിസ്റ്റിംഗ് കോഡ്സ് ആണ് ശരിക്കും അല്ല കേട്ടോ. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. പഠിപ്പിസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ ഡെറിവേഷൻ്റെ ഈ ലൈവ് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള കംപ്ലീറ്റ് കാര്യം നിങ്ങൾ സെറ്റ് ആക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചൊന്നുമല്ല. കാരണം ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് പകുതിയോളം മാർക്ക് വരാൻ പോകുന്നത് ഈ ഡെറിവേഷൻസ് ആണ്. മോഡൽ എക്സാമിന് അത്രത്തോളം വന്നില്ല, പക്ഷെ പബ്ലിക് എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ വർഷവും മോഡൽ എക്സാം കുറച്ച് ഡിസ്ട്രക്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് പബ്ലിക് എക്സാമിൽ ഒരു സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് ലൈവായിട്ട് എടുത്തതാണ് 7 ദിവസം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, +2 യൂട്യൂബ് ചാനലിൽ ലൈവായി കിടപ്പുണ്ട്. എല്ലാ ഡെറിവേഷൻസ് 7 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 7 മണിക്കൂർ ഇരുന്ന് കാണണമെന്നില്ല, എന്നാലും അത് പഠിക്കണം, അത്രേ ഉള്ളൂ. അത് എങ്ങനെ വേണം നിങ്ങൾ പഠിച്ചോ. എന്നിട്ട് 2 വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കണം. ഈ ഒരു ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ്, അതായത് മോഡൽ എക്സാമിന് മുമ്പ് എടുത്ത ലൈവും, പിന്നെ അതിന്റെ 2ാമത്തെ പാർട്ടായിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു ലൈവിന്റെയും നിങ്ങൾ ഫുള്ളായിട്ട് ചോദ്യങ്ങൾ ഫുള്ളിരുന്ന് കാണുമൊന്നും വേണ്ട. 2x 2x കിട്ടിട്ട് സ്കിപ്പ് അടിച്ച് ആൻസർ അറിയുമെന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ലൈവ് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വെച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ 90% അല്ലെ 95% മുകളിൽ കടക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഡെറിവേഷൻസ് ചെയ്യില്ല, കാരണം അത് അവിടെ കഴിഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യില്ല. കുറച്ച് ലെവല് കൂടിയ പരീക്ഷ ട്വിസ്റ്റഡ് ആയി വന്നാൽ, ട്രിക്കി ആയി വന്നാൽ, ഡിഫിക്കൽട്ട് ആയിട്ട് വന്നാൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ലൈവിന്റെ ഡ്യൂറേഷൻ ഒരു 5 to 7 hours ആയിരിക്കും ഉണ്ടാവുക. ഞാനായിരിക്കില്ല ഈ ലൈവ് എടുക്കുക, എന്നാൽ ദിൽഷാ മിസ്സും ഇഷാൻ സാർ ആയിരിക്കും എടുക്കുക. ഹൈ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുക. നിങ്ങൾക്ക് പരീക്ഷ ടഫായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് വാങ്ങണമെങ്കിൽ ഈ ലൈവിൽ എന്തായാലും നിങ്ങൾ പങ്കെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ഉള്ള ലൈവ് എക്സാമിന്റെ തലേന്നുള്ള ലൈവാണ്, വൈകുന്നേരമുള്ള ലൈവ്. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാം. അതിൽ ഭയങ്കര ഭീകര സർക്കസ് ഒന്നും നമ്മൾ കളിക്കാൻ പോകുന്നില്ല. എക്സാമിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ വരണം. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ ക്ലിയർ ആണല്ലോ? നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ 10 hours എന്ന് പറഞ്ഞ 2 ലൈവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണ്ട. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് യുവർ ടൈം. കാരണം അതിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, അതിൽ ഞാൻ എല്ലാ തിയറിയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി എടുക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് എടുക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യും. പക്ഷെ അത് ഓൾറെഡി നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബാക്ക് ബെഞ്ചറിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ ആ വീഡിയോ പറ്റുമെങ്കിലും നിങ്ങൾ ഡെറിവേഷൻ ലൈവ് ഒക്കെ ഈ ദിവസങ്ങളിൽ ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം യു ഹാവ് ടൈം. അറ്റ്ലീസ്റ്റ് നാളെ എങ്ങനെ സമയമുണ്ട്, അത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ വെറുതെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വീഡിയോസോ കുറച്ച് ക്വസ്റ്റ്യൻസോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് 80% മുകളിൽ എത്തിക്കണമെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. ഈ 10 hours ലൈവിൽ തിങ്കളാഴ്ച രാവിലെ വന്നിരുന്നോ, ഫസ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ്, 1ാമത്തെ ചാപ്റ്റർ മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ്, ഫുള്ള് പഠിപ്പിക്കും. ഒന്നും അറിയില്ലെങ്കിൽ വന്നിരുന്നോ, ഫുൾ ടോപ്പിക്സിലെ തിയറി, ഡെറിവേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അല്ലാത്ത ചോദ്യങ്ങൾ ഫുള്ള് നമ്മൾ അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണോ +1 ചെയ്ത് അതേ സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഡേ 2 ട്യൂസ്ഡേ ആയിരിക്കില്ല, കാരണം ട്യൂസ്ഡേ മറ്റേ ലൈവ് ഉണ്ടല്ലോ, വെനസ്ഡേ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ആ ലൈവ് മൊത്തം കണ്ടാൽ നിങ്ങൾക്കും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ഓക്കെ, അത് നിങ്ങൾ തീരുമാനിക്കണം. വെനസ്ഡേ ആയിരിക്കും 2ാമത്തെ പാർട്ട് ഉണ്ടാവുക. അതിൽ 7ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്റർ വരെ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് 3rd ലൈവ് വരാമോ തേഴ്സ്ഡേ ആണ്. സോ യു ഹാവ് ടൈം, നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. വെനസ്ഡേ പണ്ടത്തെ ലൈവ് എന്തെങ്കിലും റിവൈസ് ഒക്കെ ചെയ്യണമെങ്കിൽ ട്യൂസ്ഡേ ഉണ്ടാവും, വെനസ്ഡേ ലൈവ് റിവൈസ് ചെയ്യണം, തേഴ്സ്ഡേ രാവിലെ ഉണ്ടാവും, തേഴ്സ്ഡേ വൈകുന്നേരം ഈ ലൈവിൽ നിങ്ങൾ വരിക, സെറ്റാണ്.
ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഈ ലൈവിന്റെ ഓരോന്നിന്റെ അവസാനം ഞാനൊരു ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ PDF തരുന്നതായിരിക്കും. ഓൾമോസ്റ്റ് മറ്റേ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ ലൈവിന്റെ പോലെ ആയിരിക്കും ഉണ്ടാവുക. ആ PDF ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഉണ്ടാവും. അതും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ 80% എന്ന് പറഞ്ഞ സാധനമല്ലേ ഇവിടെ ആദ്യം പറഞ്ഞ സാധനം, അത് 90% ആക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. ഓക്കെ, ഇതൊന്നും ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ വേണം എത്തിക്കാം. പിള്ളേർ ഓരോ വർഷം എവിടേക്കോ എത്തിക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ് തീരുമാനിക്കാൻ പോകുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എക്സാമിനർ റെഡിയാണ്. അത് +1 ആണെങ്കിലും +2 ആണെങ്കിലും കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അറിയിച്ചേക്കുക. നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ്.